ഹലോ കൂട്ടുകാരെ, അടുക്കളയിൽ നിന്ന് വന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ ഞാൻ ക്രിസ്മസിന് നമ്മൾ പ്ലം കേക്കിന് പ്രിപ്പയർ ചെയ്യുന്ന കാരമൽ റെസിപ്പി ഇട്ടിരുന്നു. അപ്പോൾ അത് വെച്ച് പ്രിപ്പയർ ചെയ്തിട്ടുള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ കാരമൽ പ്രിപ്പയർ ചെയ്യുന്നത് ഇന്നലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടെങ്കിലും കുറച്ച് ഞാൻ ഇവിടെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മെൽറ്റായി പഞ്ചസാര നല്ല ബ്രൗൺ കളറിലായി ഇങ്ങനെ വരുമ്പോഴത്തേനും കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്യുക, കുറുക്കി ചുറ്റിച്ചെടുക്കുക. ബ്രൗൺ കളറൊന്ന് കുറച്ചുകൂടി ഡാർക്ക് ആവുന്നവരേക്കും നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കുക. നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള കാരമൽ ഇവിടെ നമുക്ക് റെഡിയായി കിട്ടും. ഈ കാരമലാണ് നമ്മുടെ പ്ലം കേക്കിന് കറക്റ്റായിട്ടുള്ള കളറും ഒരു പ്രത്യേക ഫ്ലേവറും ഒക്കെ കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് പ്ലം കേക്കിൽ അത്യാവശ്യം റിച്ചാണ്. ട്യൂട്ടി ഫ്രൂട്ടി, അതുപോലെ തന്നെ ചെറി ഇടാം, കാഷ്നട്ട് ഇടാം. കറുത്ത മുന്തിരിയാണ് കൂടുതലും, പക്ഷെ എൻ്റെ അടുത്ത് സാധാരണ നമ്മുടെ കിസ്മിസാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. റമ്മിലൊക്കെ സോക്ക് ചെയ്യും, പക്ഷെ നമ്മുടെ കയ്യിൽ റമ്മൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ നമ്മുടെ സാധാരണ മുന്തിരി വൈനിൽ ഒരു ഗ്ലാസ്സിൽ ഈ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഇട്ടിട്ട് കുറച്ച് വൈൻ ഒഴിച്ചിട്ട് അതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കുകയാണ്. അതവിടെ ഇരുന്നോട്ടെ. നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. ഇവിടെ ഞാൻ 1.5 ചെറിയ കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതായത് വലിയൊരു കപ്പിൽ 1/4 കപ്പ് മൈദ. അതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ബേക്കിംഗ് പൗഡറും ഇട്ടിട്ടുണ്ട്. ഒരു 3-4 തവണ ഇതേപോലുള്ള ഒരു അരിപ്പയിൽ നന്നായിട്ടിങ്ങനെ തട്ടി കുടഞ്ഞെടുക്കുക. അതവിടെ മാറ്റി വയ്ക്കുക. ഇതൊരു ചെറിയ കഷ്ണം ജാതിക്കയുടെ കഷ്ണമാണ് കേട്ടോ. അതുപോലെ തന്നെ 2 ചെറിയ കഷ്ണം പട്ട. ഇത് കനം കുറവായത് കൊണ്ടിട്ടാണ് 3 കഷ്ണം എടുത്തിട്ടുള്ളത്. 2 ഏലയ്ക്ക, 2-3 ഗ്രാമ്പു. ഇത്രയും സ്പൈസസ് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫൈനായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കുക. അതിലേക്ക് 2 മുട്ട ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 മുട്ട വേണമെന്നില്ല, മുട്ടയുടെ ടേസ്റ്റ് അധികം വരാതിരിക്കാനായിട്ട് 1 മുട്ട ഒഴിച്ചാലും മതി. പക്ഷെ ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 അല്ലെങ്കിൽ 1/4 കപ്പോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മുട്ടയുടെ മണം ഒന്ന് മാറുന്നതിന് വേണ്ടി കുറച്ച് വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക. മിക്സിയിൽ അടിച്ചെടുത്ത ഈ ബാറ്റർ നമ്മുടെ കേക്കും എല്ലാം കൂടി മിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ബൗളിലേക്ക്, ഒരു വലിയ ബേസിനിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒറ്റയടിക്ക് ഇടരുത്. ആദ്യം പകുതി ഇട്ട് കൊടുക്കുക. 1, 2 അല്ലെങ്കിൽ 3 തവണയായിട്ടോ ഇട്ട് കൊടുക്കുക, നമ്മുടെ പൊടിയുടെ ഒരു അളവനുസരിച്ച്. ഇതിപ്പോൾ ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാൻ വേണ്ടി ഇട്ടത്. നന്നായിട്ടിത് മടക്കി ഇങ്ങനെ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണം. ഇട്ട് ഇളക്കി മറിച്ചാൽ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടില്ല. നന്നായിട്ട് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്ത ശേഷം നമ്മുടെ വൈനിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ നട്ട്സും അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം നമുക്ക് ഈ മിക്സിലേക്ക്, ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല കളർ കിട്ടാൻ വേണ്ടി നമ്മൾ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കാരമൽ ഇട്ട് കൊടുക്കാം. ഈ കാരമൽ ഒരു പ്രത്യേകതയാണ് കേട്ടോ പ്ലം കേക്കിന്. പ്രത്യേകതയെന്ന് പറഞ്ഞാൽ അത് പറയാനില്ല. കാരമൽ ഇടുമ്പോഴാണ് നമ്മുടെ പ്ലം കേക്കിന് ആ ഒരു കളറ് തന്നെ കിട്ടുന്നത്. നന്നായിട്ട് കളറൊക്കെ ആയി വരുന്ന ആ ഒരു ബാറ്റർ കാണാൻ തന്നെ ഒരു പ്രത്യേകതയാട്ടോ. ഇത്രയും ബാറ്റർ പ്രിപ്പറേഷനൊക്കെ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കിപ്പോഴത്തേക്ക് മാറ്റി വയ്ക്കാം. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പ്രിപ്പറേഷൻ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ വരുന്ന സമയമാകുമ്പോഴത്തേനും നമുക്ക് കേക്ക് ബേക്ക് ചെയ്യേണ്ട പാത്രം അല്ലെങ്കിൽ കുക്കർ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചേക്കുക. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കാനുള്ള പ്രോസസ്സിൽ വെച്ചേക്കുക. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ കൺസിസ്റ്റൻസി ആ കണ്ടല്ലോ, അതാണ്. അതുപോലെ തന്നെ നമ്മുടെ കേക്കിൻ്റെ ടിന്നിൻ്റെ ഉള്ളിൽ ഒന്നെങ്കിൽ കുറച്ച് മൈദപ്പൊടി തട്ടി കൊടുക്കുക. ഞാനിവിടെ കുറച്ച് ബട്ടർ തടകി നല്ല പെർഫെക്റ്റ് ആയിട്ട് എല്ലാ ഭാഗത്തും ഈവൺ ആക്കി തടകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കേക്കിൻ്റെ ബാറ്റർ ഇങ്ങനെ മടങ്ങി വീഴണം. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി എന്ന് പറയണത്. അത് എല്ലാം ഒഴിച്ച ശേഷം ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം നമ്മൾ, ബബിൾസ് ഒന്ന് പോയി കിട്ടാൻ വേണ്ടി. ഇത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ ചൂടായിട്ടുള്ള നമ്മുടെ എന്താ പറയുക ഓവനിലേക്ക്, നമ്മുടെ അടപ്പ് ഓവനിലേക്ക് അല്ലെങ്കിൽ പാത്രം ഓവനിലേക്ക്, ഈ പാത്രത്തിലേക്ക് നമ്മൾ നമ്മുടെ മിക്സ് ബാറ്റർ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ നമ്മുടെ റിങ് ഉണ്ടല്ലോ, നമ്മൾ കറിച്ചട്ടിയൊക്കെ വെക്കുന്ന റിങ് ഇറക്കി വെച്ചതിന് ശേഷം വേണം നമ്മൾ ഈ
കേക്കിൻ്റെ ടീൻ വെച്ച് കൊടുക്കാനായിട്ട്. ഇങ്ങനെയുള്ള പാത്രത്തിനൊക്കെ ഒരു കൊച്ചു ഓട്ടയുണ്ടാവും. അതൊരു പേപ്പർ കൊണ്ടോ, ഞാനിവിടെ ഒരു ഗ്രാമ്പ് കൊണ്ടിട്ടാണ് അടച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ ഇടയ്ക്ക് വെച്ചൊന്ന് തുറന്ന് നോക്കിയപ്പോഴാണ് കേട്ടോ ആ നടുവിനൊരു കുഴിവ് പോലെ വന്നത്. അപ്പോൾ അങ്ങനെ തുറന്ന് നോക്കാണ്ടിരിക്കുക. അത് ഒരു പ്രത്യേക എനിക്ക് പറ്റിയൊരു തെറ്റാണ്, അത് നിങ്ങളോട് പറയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നമുക്ക് എല്ലാവർക്കും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക്, ക്രിസ്മസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്